കോൺഗ്രസ് ഈ നാട് ഭരിച്ച സമയത്ത് കേരളത്തിന്റെ യാഥാർത്ഥ്യം, കേരളത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര വലുതായിരുന്നു? 10 വർഷം മുൻപുള്ള കാര്യമായതുകൊണ്ട് പലരും പലതും മറന്നുപോയിട്ടുണ്ടാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷ് മാധവൻ എന്നൊരു അവതാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നാണ് തോന്നുന്നത്. ഒരാൾ ദൈവമായിരുന്നു. തട്ടിപ്പിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. ഒരു കള്ളസ്വാമി എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. പിന്നീട് ചെയ്ത ചില കുറ്റകൃത്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടപ്പോൾ വളരെ കടുത്ത ശിക്ഷയ്ക്ക് കോടതി വിധിച്ചു, ജയിലടച്ചു. നീണ്ട കാലം അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നെയാണ് അദ്ദേഹം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അത് ശരിയാണെന്ന ധാരണയിലാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് കണ്ണായ ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമി ഇയാൾക്കാണ് ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 2016 അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് അവസാന ഘട്ടത്തിലെടുത്ത ഏറ്റവും വിവാദമായ തീരുമാനങ്ങളിൽ ഒന്നിതായിരുന്നു. ഒരു ലോകൈക തട്ടിപ്പ് വീരനായ ആൾ ദൈവത്തിന് സർക്കാർ ഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനമായി. അക്കൂട്ടത്തിൽ വേറെയും ചില തീരുമാനങ്ങൾ വന്നു. അന്ന് അതിനെതിരെ ശക്തിയായി വിമർശനം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ അന്ന് ചോദിച്ചു, ഇതൊക്കെ കൊള്ളയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ മറുപടി, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് എന്നായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്റെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് കേരളത്തിന്റെ പൊതുസ്വത്ത് ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വീതിച്ചു കൊടുക്കുന്ന തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചപ്പോ അത് തീവെട്ടിക്കൊള്ളയാണെന്ന നിലപാട് സ്വീകരിച്ചയാളായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. കോൺഗ്രസിൽ ഒരു വിഭാഗം അതിനെ തള്ളിപ്പറഞ്ഞു. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ തീവെട്ടിക്കൊള്ള എന്ന് അഭിപ്രായപ്പെട്ട ഒരു തസ്കര സംഘത്തിന്റെ കയ്യിലായിരുന്നു കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നതാണ് വസ്തുത. കേരളം സമ്പൂർണമായ തകർച്ചയിലേക്ക് ചുവടുവെച്ച ഒരു കാലമായിരുന്നു. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന കേരളം ഉണ്ടാകുമായിരുന്നില്ല. 2016 കേരളത്തിന്റെ സ്ഥിതി എന്താ? പവർ കട്ട്, ലോഡ് ഷെഡിങ്. ആദ്യം 1/2 മണിക്കൂർ പവർ കട്ട്, പിന്നെ 1 മണിക്കൂർ, പിന്നെ കറണ്ട് പോയാൽ എപ്പോ വരുമെന്ന് ആർക്കും അറിയില്ല. അപ്രഖ്യാപിത കട്ട്, മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് ഈ കേരളത്തിലുണ്ടായിരുന്നു. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. ഇപ്പൊ ഈ ചെമ്മൻകടവിലെ കാണാൻ ഒരു ചെറിയ കുടിൽ വ്യവസായം ഉണ്ടെന്ന് കരുതുക, ഒരു കൊച്ചു വ്യവസായ യൂണിറ്റ്. KSEB-യിൽ നിന്നുള്ള വൈദ്യുതി കിട്ടില്ല, വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊള്ളണം. ഇതായിരുന്നു ആ കാലം. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ 40% സർക്കാർ സ്കൂളുകൾ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന റിപ്പോർട്ടാണ് ഗവൺമെന്റ് പരിഗണിച്ചത്.